ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും, അത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കും എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ്. ചില സ്ത്രീകൾക്ക് ഗർഭപാത്രത്തിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അത് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഗർഭപാത്രത്തിലെ കുഞ്ഞിൻ്റെ മൂത്രത്തിൻ്റെ അളവ് കുറയുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കുഞ്ഞിന് അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ ലഭിക്കാത്തത് കൊണ്ടും പിന്നെ പ്ലാസൻ്റയിലും പൊക്കിൾക്കൊടിയിലും ഒക്കെ എന്തെങ്കിലും വൈകല്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിലോ ഒക്കെയാണ് ഇങ്ങനെ കണ്ടുവരുന്നത്. ഈ ഫ്ലൂയിഡ് ലീക്കായെന്ന് അമ്മയ്ക്ക് തോന്നുവാണെങ്കിൽ അങ്ങനെ അത് അമ്മയ്ക്കും അറിയാൻ കഴിയും. അപ്പോൾ അതങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എത്രയും വേഗം തന്നെ ഡോക്ടറെ കാണാൻ ശ്രമിക്കുക. ഒരു 8 മാസമൊക്കെ തുടങ്ങിയിട്ട് കുഞ്ഞിൻ്റെ അനക്കങ്ങൾ കുറവായിരിക്കും ഉണ്ടാകുന്നത്. അത് കുഞ്ഞിന് വയറ്റിൽ അനങ്ങാനുള്ള അത്ര, അത് കുഞ്ഞ് വലുതായത് കൊണ്ട് തന്നെ വയറിൽ അനങ്ങാനുള്ള അത്ര സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് അനക്കം കുറയുന്നത്. എങ്കിലും ഒരുപാട് അനക്കം കുറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക. അതായത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുറയുന്ന സമയത്തും കുഞ്ഞിൻ്റെ അനക്കങ്ങൾ കുറഞ്ഞ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന് അളവുണ്ട്. അത് 5 സെൻറ്റിമീറ്ററിൽ താഴെയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. ഇത്രയും ലക്ഷണങ്ങളാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുറഞ്ഞാൽ നമ്മുടെ ശരീരം കാണിച്ചിരുന്ന ലക്ഷണങ്ങൾ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ലക്ഷണം നിങ്ങൾക്കുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാൻ നോക്കുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നം നിങ്ങൾക്കുണ്ട് എന്ന് ഡോക്ടർ നേരത്തെ പറഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. ഈ ഫ്ലൂയിഡ് ചിലരിൽ നിറമില്ലാതെയും ഗന്ധമില്ലാതെയും കാണപ്പെടും. എന്നാൽ മറ്റു ചിലരിൽ ഒരു ലൈറ്റ് പിങ്ക് നിറത്തിൽ കാണപ്പെടും. അങ്ങനെ പിങ്ക് നിറത്തിൽ കാണുന്നത് രക്തത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ്. ഗർഭകാലത്ത് ഇങ്ങനെ ഫ്ലൂയിഡ് ലീക്കാവുന്നതിന് പലരിലും പല കാരണങ്ങളാണുള്ളത്. എങ്കിലും വജൈനയിൽ ഉണ്ടാകുന്ന അണുബാധ ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വജൈനൽ ഏരിയ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അണുബാധയൊന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. ഗർഭത്തിൻ്റെ ആദ്യത്തെ 2 ട്രൈമസ്റ്ററിലാണ് ഇങ്ങനെ ഫ്ലൂയിഡ് ലീക്കാവുന്നതെങ്കിൽ നമ്മൾക്ക് അൾട്രാസൗണ്ട് സ്കാനിങ് നടത്തിയിട്ട് ഈ ഫ്ലൂയിഡിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ധാരാളം വെള്ളം കുടിക്കാനും റെസ്റ്റ് എടുക്കാനൊക്കെ ഡോക്ടർമാർ പറയാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ നമുക്ക് ഈ ഫ്ലൂയിഡ് ലീക്കേജ് ആവുന്നതിനും അതുപോലെ തന്നെ ഉണ്ടാകുന്ന അസുഖങ്ങളിൽ നിന്നുമൊക്കെ രക്ഷ നേടാം. ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് കഴിക്കാം എന്ന് നമ്മൾ ഇതുവരെ ശാസ്ത്രീയമായിട്ട് അങ്ങനെ എന്തെങ്കിലും കഴിച്ച് കൂട്ടാം അങ്ങനെയൊന്നും ശാസ്ത്രീയമായിട്ട് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ അമ്മയ്ക്കും കുഞ്ഞിൻ്റെയും വളർച്ചയ്ക്കും അതുപോലെ തന്നെ ആരോഗ്യത്തിനും പോഷകകരമായിട്ടുള്ള ഭക്ഷണക്രമങ്ങൾ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വളരെ നല്ല രീതിയിലുള്ള ഉറക്കം അങ്ങനെ. അപ്പോൾ അമ്മയും കുഞ്ഞും കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അമ്മ വൈറ്റമിൻസും മിനറൽസും കാൽസ്യവും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളും അതുപോലെ ഒമേഗ ഫാറ്റി ആസിഡൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക. ഇത്രയും ലക്ഷണങ്ങളാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുറഞ്ഞാൽ നമ്മുടെ ശരീരം കാണിച്ചിരുന്ന ലക്ഷണങ്ങൾ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ലക്ഷണം നിങ്ങൾക്കുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാൻ നോക്കുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നം നിങ്ങൾക്കുണ്ട് എന്ന് ഡോക്ടർ നേരത്തെ പറഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വിഷയത്തിൽ നോക്കാനുള്ളത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള റിലേറ്റീവ്സിനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.